السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഇരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അവന് തൃപ്തിപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അത് നമ്മുടെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്തിന് വലിയ ഭാരം നൽകുന്ന അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുൽ ഉലമ അവരുടെ അനുസ്മരണവും അതുപോലെ തന്നെ ഇവിടെ പല ആളുകളും നമ്മൾ മിഞ്ഞാന്ന് അദ്ദേഹം വഫാത്തായ അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ സാധിക്കുന്ന ആളുകളൊക്കെ ഖുർആൻ ഓതണം, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ സാധിക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്ത് നിങ്ങൾ എത്ര ഓതി എന്ന വിവരം നമ്മെ അറിയിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 30 ഖത്മ് ആയ വിവരം ഇതുവരേക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ 28 ആയിരുന്നു, പിന്നീട് 29ന്റെ വിവരം കിട്ടി, ഇപ്പോൾ 30 എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും 2 ഖത്തം ഞാനും ഉമ്മയും കുടുംബവും ഓതി എന്ന് മുസ്തഖീം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ ലിസ്റ്റ് പെട്ടില്ല, 32 ഖത്തമായിട്ടുണ്ട് അല്ലെ. അങ്ങനെ പല ആളുകളും ഓതിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ അടുക്കൽ നിന്നും കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഈ ഓതിയ ഓരോ ഉക്തികൾക്കും അതിന്റെ ഓരോ ഹർഫിനും അള്ളാഹു നൽകുന്ന ഏറ്റവും ഉന്നതമായ സവാബ് നൽകുകയും മിസ്ലു സവാബ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ റൂഹിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ ഹർഫിനും 10 സവാബ് ഉണ്ടല്ലോ. അതിന് പുറമെ വേറെയും കുറെ കൂലികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതി എന്നൊക്കെ ഒരിക്കൽ. എന്നാൽ സുലുസുൽ ഖുർആന്റെ 1/3 ഭാഗം ഓതിയ കൂലി അതിനുണ്ട്. അതുപോലെ വാഖിയ സൂറത്ത് ഓതിയാൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. സൂറത്ത് റഹ്മാൻ ഓതിയാൽ വേറെ ഉണ്ട്. അതുപോലെ സൂറത്ത് യാസീൻ ഓതിയാൽ വേറെ ഉണ്ട്. തബാറക് ഓതിയാൽ വേറെ ഉണ്ട്. പിന്നെ എങ്ങനെ ദുഖാൻ സൂറത്ത് ഓതിയാൽ വേറെ ഉണ്ട്. അങ്ങനെ കണ്ടല്ലോ. ശുദ്ധ ഖുർആൻ ഓതിയാൽ അപ്പോ ഓരോ ഹർഫിനും 10 പ്രതിഫലം എന്ന കൂലി മാത്രമല്ല, പിന്നെ ഓരോ സൂറത്തിനും ഉള്ള വേറെ പ്രത്യേക സവാബുകൾ വേറെയും ഉണ്ട്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഖുർആൻ ഓതിയതിന് ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകുന്ന ആ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഓതിയ ആളുകൾക്കൊക്കെ നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. അതിന്റെ മിസ്ലു സവാബ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഹദറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. പ്രത്യേകം പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയാണ് ഈ ദുആക്ക് നേതൃത്വം നൽകുക. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖബി, ജലീൽ ദാരിമി, സൽമാൻ അസ്ഹരി, അതുപോലെ തന്നെ പിന്നാരാണ് മറ്റേ കരീം ഫൈസി പോലെയുള്ള മസ്നവി, ഇങ്ങനെയുള്ള പല ആളുകളും നമുക്കിവിടെ സംസാരിക്കാനുണ്ട്. അപ്പോ പിന്നെ എല്ലാവരും അതിലൊക്കെ സജീവമായി പങ്കെടുക്കുക. അതിന് പുറമെ അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ പ്രസംഗം കഴിഞ്ഞ ശേഷം നിങ്ങൾ എല്ലാവരും സാധിക്കുന്ന ആളുകളൊക്കെ സാധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കണം. കാരണം ദിക്റു സ്വാലിഹീന കഫാറയാണ് അല്ലെ. ദിക്റുൽ അംബിയാ ഇബാദത്താണ്. അംബിയാക്കളെ കുറിച്ച് പറയുക അത് ഇബാദത്താണ്. എന്നാൽ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കുറിച്ച് പറയൽ എന്താണ്? അത് കഫാറത്താണ്. നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിധിയിൽ, നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും അതൊക്കെ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരികയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആളുകളൊക്കെ, ഈ ഓതിയ ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അതിന്റെ പൂർണ്ണമായ സവാബ് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് അതിന്റെ മിസ്ല സവാബ് നൽകട്ടെ. പിന്നെ മറ്റൊരു വിഷയം, പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും ഐഡി ഉണ്ടാകുന്ന ഒരാളാണ്. ചാപ്പനങ്ങാടി സ്വദേശിയാണ്, ഷാർജയുള്ള ആളാണ്. ഞാൻ പേര് പറയേണ്ട. അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായ വിഷയത്തിന് അതിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആന്റെ ഫള് കൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്
അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റ് അവന്റെ അടിയാറുകളുടെയും ഒക്കെ ആ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന് പിന്നെ ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. കച്ചവടത്തിലും മറ്റ് ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി വലിയ വിജയവും അള്ളാഹു ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ബർക്കത്തൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കടങ്ങളൊക്കെ പടച്ചവൻ വീട്ടി കൊടുക്കട്ടെ. റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദിൽഷാദ് മോൻ ഐഡിയയിൽ എപ്പോഴും ഉണ്ടാവുന്ന ആ കുട്ടിക്ക് കുറച്ച് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയും ആ കുട്ടിയുടെ പിതാവും രണ്ട് അഞ്ചന്മാരൊക്കെ പാടെ ഇന്നലെ എന്റെ അടുക്കൽ വന്നിരുന്നു. എന്നെ കാണാൻ വേണ്ടി മാത്രം ഷാർജയിൽ നിന്ന്. നമ്മളിങ്ങനെ സംസാരം ഇങ്ങനെ കേട്ടിട്ടേ കുറെ കാലങ്ങൾ കേൾക്കലോടെങ്കിൽ വിചാരിച്ച് നമ്മൾ കാണാൻ വേണ്ടി അവർ വന്നിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വരവുണ്ടല്ലോ അത് ഇബാദത്തായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കാരണം ഒരു മുസ്ലിം സഹോദരനെ സന്ദർശിക്കുക അതൊന്നൊരു ഇബാദത്താണല്ലോ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പിന്നെ ആ കുട്ടിക്ക് ആ ദിൽഷാദിന് സുഖമില്ലാത്ത കുട്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നല്ല സിഹത്തും ആഫിയത്തും ശരിക്ക് നടക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. സർവശക്തനായ അള്ളാഹു ആ കുട്ടിക്ക് സമ്പൂർണമായ രീതിയിൽ പൂർണ്ണ ആരോഗ്യം നീ അവന് കുട്ടിക്ക് നൽകണേ. സംസാരിക്കാനുള്ള കഴിവ് നൽകണേ. നടക്കാനുള്ള കഴിവ് നൽകണേ. നല്ല അഖലും ഫഹമും തന്റെ ഇടവും ഒക്കെ നൽകണേ. ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകിക്കൊണ്ട് ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അതുപോലെ നമ്മുടെ പല സുഹൃത്തുക്കളും ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. പിന്നെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹനീഫ് മറ്റേ അല്ലയിലുള്ള ഹനീഫ് അദ്ദേഹം പിന്നെ ഒരു ഖത്തും ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയാക്കാൻ കുറച്ചും കൂടി ഉള്ളൂ. അത് അദ്ദേഹം പൂർത്തിയാക്കും. ആ വിവരം ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. അതടക്കമാണ് നമുക്ക് ലഭിച്ചപ്പോ ഈ 32 ജുസ് എന്നുള്ളത്. 32 ഖത്തും ജുസ് അല്ല ഖത്തും. അപ്പോ അദ്ദേഹത്തിന്റെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ഓതിയ ആളുകളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അവരെയും അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മെല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു തന്നെ നന്നാക്കി തരട്ടെ. നമ്മുടെ ആ അവസാനത്തെ വാക്ക് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സാഹിബിനെ കുറിച്ച് പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം ഉരുവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നീട് ആസ്പത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് സംസാര കഴിവ് നഷ്ടപ്പെട്ടു. അപ്പൊ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കട്ടെ. അവസാനം ഉറക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് പറഞ്ഞല്ലേ, നിങ്ങളിവിടെ കുറെ കാലങ്ങൾ ഇവിടെ വേണം അല്ലേ? കുറെ കാലങ്ങൾ ഇവിടെ വേണം. ചെമ്മാട് കുറെ കാലങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞത് 18 കൊല്ലം ചെമ്മാട് പള്ളിയിൽ ദർസ് നടത്തി 22 വർഷം ദാറുഹുദയിലും അങ്ങനെ 40 വർഷം അതായി. ഇനി ഖിയാമത്ത് നാൾ വരേക്കും ചെമ്മാട് തന്നെയാണ്. ചെമ്മാട് ആ ദാറുഹുദയുടെ പിന്നെ പള്ളിയുടെ ആ പിന്നെ മുറ്റത്ത് അല്ലേ, ആ വിശാലമായ റാഹത്തുള്ള വളരെ സന്തോഷകരമായ ആ അവസ്ഥയുള്ള ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ ശ്രമിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട വാപ്പുട്ടി ഹാജി പോലെയുള്ള ആളുകളൊക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ മരണശേഷം നമ്മുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തും സന്തോഷത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് ബഹുമാനപ്പെട്ട ഈ പല ആളുകളും പിന്നെ ഓതിയിട്ടുണ്ട്. അത് നമ്മളിവിടെ 32 ഖത്തുമ് ആയ വിവരമാണ് ഇതുവരേക്കും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാതെയും പല ആളുകൾ ഓതിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ദുആ ചെയ്യും. അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടിയും ഒക്കെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട പിതാവ് സമസ്തയുടെ പ്രസിഡന്റ് അദ്ദേഹവും തന്നെ സുഖമില്ലാതെ കിടക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദ് മരിച്ചത് പോലും ഇന്നേവരേക്കും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇല്ലേ, സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി മരിച്ചത് അറിയിച്ചിട്ടില്ല. അങ്ങനെ ഇതുണ്ടായിട്ടില്ല. അറിയിച്ചാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചത് അറിയിച്ചിട്ടില്ല. അപ്പൊ സംസാരിക്കാനും ഒക്കെ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കണുള്ളൂ. അപ്പൊ നിസ്കരിക്കുമ്പോ തന്നെ പറഞ്ഞു, ഞാൻ ഫാത്തിഹ ശരിക്കും നാവുകൊണ്ട് പറയുന്നില്ല, മനസ്സിലിങ്ങനെ നടത്തണേ ഉള്ളൂ, എനിക്ക് നാവുകൊണ്ട് പറയാനൊന്നും വയ്യ എന്ന് പറഞ്ഞത്രേ. അപ്പൊ അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ഷിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോട് കൂടിയുള്ള സിഹത്തോട് കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. തങ്ങൾ പാപ്പാന്റെ ദുആക്ക് ശേഷം, തങ്ങൾ പാപ്പാന്റെ ചെറിയ നസീഹത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖവി, ജലീൽ ദാരിമി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി, അതുപോലെയുള്ള നമ്മുടെ അബ്ദുൽ കരീം ഫയ്യൂദി പോലെയുള്ള ആളുകളൊക്കെ മൈക്കിലേക്ക് വരണം എന്നറിഞ്ഞ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അസ്ഹരി ഇവിടെ ഉണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ
കുറച്ചെങ്കിലും സംസാരിച്ച് ഈ പരിപാടി ഭംഗിയാക്കണം. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാലിഹീങ്ങളുടെ മനുഷ്യന്മാരെ കുറിച്ചുള്ള മനാഖിബ് പറയുന്ന സദസ്സാണ്. അത് അള്ളാഹു ആ രീതിയിൽ തന്നെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. إلى حضرة سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اوصل مثلها وما قرأنا ما صلينا وهذه هدية واصلة ورحمة نازلة بركة شاملة منا إلى روح نبينا حبيبنا مرشدنا وهادينا منجينا محمد صلى الله عليه وسلم. اللهم ارزقنا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وردنا حوض المورود واحشرنا في ظل لوائه المعقود وإلى حضرة أصحاب البدريين واللحديين والخندقين والهنينين وبقية الصحابة والقرابة كلهم أجمعين وإلى حضرة أرواح الأنبياء الأولياء العلماء والشهداء والزهاد والصالحين وإلى حضرة شيخ المشارق والمغارب قطب الأقطاب وغوث الأعظم سلطان العارفين سيد عبد القادر الجيلاني الله سره العزيز وإلى حضرة كل ولي وليتين ما كان من مشارق الأرض إلى مغاربها ذكرا ومنسى صغيرا وكبيرا كلهم أجمعين وإلى أرواح آبائنا أمهاتنا جدادنا جداتنا أعمامنا عماتنا إخوتنا وأخواتنا الجميع المسلمين كل عامة وإلى حضرة شيخنا شرشير زين الدين مسلم نور الله مرقده. اللهم اجعل قبورنا وقبوره روضة من رياض الجنة ولا تجعل قبورنا وقبوره فرة من نفر النيران. اللهم عانش واشته وآمن روحته ونفس كربته ونغفر محلته وارفع درجته كلنا وله ولنا بهم فيها. اللهم اجعل ثواب ما قرأنا فداء لنا فداء له من النار. اللهم اجعل ثواب ما قرأنا فكاكا لنا فكاكا له من النار. اللهم اجمع بيننا بينه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أعلِ درجاته يا رب العالمين حق نبيك المصطفى محمد صلى الله عليه وسلم. اللهم بحقهم وبجاههم بكراماتهم بعلومهم بأسرارهم يسر أسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا أمراض مرضانا يا شافي الأمراض. اللهم اجعلنا لنا من السعداء المقبولين ولا تجعلنا وإياهم من الأشقياء المطرودين. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. اللهم إنا نسألك إيمانا كاملا ويقينا صادقا ورزقا واسعا حلالا طيبا وقلبا خاشعا ولسانا ذاكرا وتوبة نصوحا وتوبة قبل الموت وراحة عند الموت مغفرة بعد الموت والفوز بالجنة والنجاة من النار. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم اجعل أولادنا أولادا صالحا مباركا ينفعنا في الدنيا والآخرة يا رب العالمين. اللهم إنا نسألك
من خير ما سألك من نبيك سيدنا محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك من نبيك سيدنا محمد صلى الله عليه وسلم اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأعداءنا أعداءك أعداء الدين റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ സമസ്തകാല ജമിയത്തുലമാ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവർക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെല്ലാം പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. നിന്റെ മഹലവും നിന്റെ ബഹുമാനപ്പെട്ട ദർജയാസ്തിയാക്കണമേ തമ്പുരാനെ. ബഹുമാനപ്പെട്ടവരെ ഞങ്ങളെ നാൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാൻ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. പഠിച്ചവൻ മഹാന്മാരായ മശായിഖന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് മഹാന്മാരായതുകൊണ്ട് ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. പഠിച്ചവൻ മഹദൂന്ന് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെ ഖത്തം ഓതിയിട്ടുണ്ട്. അവരുടെ ഖത്തമന്നെ സ്വീകരിക്കണേ, ഖത്മുൽ ഖുർആനെ സ്വീകരിക്കണമേ തമ്പുരാനെ. കബൂലാക്കണമേ തമ്പുരാനെ. പടച്ചവനെ പല ആളുകളും പല ഉദ്ദേശങ്ങളുമായി ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യേണ്ട ഉദ്ദേശങ്ങളൊക്കെ നീ അറിയുന്നവനാണ് തമ്പുരാന്. പടച്ചവനെ ഇത് കേൾക്കുന്ന ആളുകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. മഹാന്മാരായ ആളുകൾ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ മഹാന്മാരായവരുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസൂൽ ഫുറൂഉ ജമീഅ അഖാരിബിനും നൽകണമേ തമ്പുരാനെ. പടച്ചവനെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പടച്ചവനക്ക് രോഗത്തിന് ശിഫ നൽകി തമ്പുരാനെ. പടച്ചവനെ മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ ഈ സദസ്സിൽ പല ഭാഗത്തു നിന്നും ആമീൻ പറയുന്ന ആളുകളുണ്ട്. പടച്ചവനെ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകണമേ തമ്പുരാനെ. പടച്ചവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകണം, ആമായി നൽകണമേ തമ്പുരാനെ. പടച്ചവനെ മഹദൂൻ ദുനിയാവിലും ആഖിറത്തും ഞങ്ങളെയും ഞങ്ങളുടെ ഉസൂൽ ഫുറൂഉ ജമീഅ അഖാരിബിനെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. പടച്ചവനെ ഞങ്ങളുടെ സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ ജനറൽ പ്രസിഡന്റ് കോയക്കട്ട് മുസ്ലിയാർക്ക് രോഗശിഫ നൽകണമേ തമ്പുരാനെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. പടച്ചവനെ സൈനുദ്ദീൻ മുസ്ലിയാർക്ക് പകരമായി മുഖ്ലിസായ ഒരാളെ നീ ആ സ്ഥാനത്തേക്ക് യാത്രയാക്കണമേ തമ്പുരാനെ. പടച്ചവനെ വളരെ മുഖ്ലിസായ ഒരാളെ ബഹുമാനപ്പെട്ട സ്ഥാനത്തേക്ക് യാത്രയാക്കണമേ തമ്പുരാനെ. പടച്ചവനെ മഹദൂറിന് യാത്രയാക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഅദ്ഖിൽനാ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട നൂർ ഫൈലി, സലാം ബാഖവി, മറ്റു പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അവരുടെ അനുസ്മരണം നടത്തുവാനും വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സ്വീകാര്യോഗ്യമായ ഒരു അമലാക്കി നാം ഒരുമിച്ച് കൂടിയതിനാക്കി തീർക്കട്ടെ. മഹാന്മാരായ ആളുകളെ ദിക്റുൽ അംബിയാഇ ഇബാദത്തും ദിക്റുൽ സാലിഹീന കഫാറത്തും. അൻബിയാക്കന്മാരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഇബാദത്താണ്. മഹാന്മാരായ ആളുകളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് കഫാറത്ത് കൂടിയാണ്. അൽഹംദുലില്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയ്ക്ക് ഇതുവരെ നേതൃത്വം വഹിച്ചു വന്ന ആളുകളൊക്കെ നിഷ്കളങ്കരായ ആളുകളാണ്, മഹാന്മാരായ ആളുകളാണ്.
ലാളിത്യത്തിന്റെ ഉടമകളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ടവരുടെ ആ വിടവ് നികത്തുവാൻ വളരെ മുഖ്ലിസായ നിഷ്കളങ്കരായ പണ്ഡിതന്മാർ അല്ലാഹു നമുക്ക് നേതൃനിരയിലേക്ക് കൊണ്ടുവരട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ പണ്ഡിതന്മാരൊക്കെ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നാം ഇതിന് പിന്നിൽ അണിനിരന്നത്. ഭൗതികമായ പല ലാഭങ്ങൾക്ക് വേണ്ടിക്കും ലാഭേച്ഛകൾക്ക് വേണ്ടിയിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റു ഭൗതികമായ ഒരു ചിന്തയും ഒരു താല്പര്യവുമില്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ഹക്കായ സംഘടനയ്ക്ക് പിന്നിൽ നാമൊക്കെ അണിനിരന്നത് യഥാർത്ഥത്തിൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ കണ്ടിട്ടാണ്. 90 വർഷം കഴിഞ്ഞു. ആ സമയത്ത് യഥാർത്ഥത്തിൽ മഹാന്മാരായ ആളുകളുടെ ആ ഒരു നിഷ്കളങ്കമായ അവസ്ഥ, ഇതിനൊക്കെ തുടക്കം കുറിച്ച ആളുകളുടെ ആ നിഷ്കളങ്കത, അത് നമുക്കവിടെ ആ 90 വാർഷികത്തിലൊക്കെ കാണാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുവാനും അത് സാധാരണക്കാരായ നമ്മിലേക്ക് പകർന്നു തരുവാനും നിഷ്കളങ്കരായ ആളുകളെ തന്നെ മുന്നിൽ കൊണ്ടുവരും എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവറുകൾ യഥാർത്ഥത്തിൽ ഒരു ഡിഗ്രി എടുത്ത ആളൊന്നുമല്ല. ഇന്ന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ആരുമില്ല. പക്ഷെ എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളുകളും ബഹുമാനപ്പെട്ടവരിലേക്ക് വന്നിരുന്നു. അതൊരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹാനായ തന്റെ പിതാവിൽ നിന്നാണ് ഇൽമ് കരസ്ഥമാക്കിയത് എന്നാണ് നാം മനസ്സിലാക്കിയത്. ബഹുമാനപ്പെട്ട പിതാവിനോട് താൻ ചോദിച്ചു പോലും ഈ ബാക്കൈക്കോ മറ്റോ പോകാന്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഡിഗ്രി എടുത്ത ആളുകളൊക്കെ നിന്നിലേക്ക് വരുമോടോ, അതുകൊണ്ട് എങ്ങനെയാണ് വാപ്പ പറഞ്ഞതെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ, എനിക്കറിയാം, ഒരുപാട് ആളുകൾ കർമ്മശാസ്ത്ര രംഗത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുവാനും ചോദിച്ചറിയുവാനും അത് മസാല ഹെല്ല് ചെയ്യുവാനും ഒക്കെ ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വരാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വന്തം പിതാവിൽ നിന്നുള്ള ഒരു കുരുത്തവും മഹാന്മാരായ ഉസ്താദന്മാരുടെ കുരുത്തവുമായിരിക്കും. അപ്പൊ ഡിഗ്രി ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇൽമിന്റെ അവസ്ഥ, ഇൽമിന്റെ ബഹുമാനം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വെറും ഡിഗ്രിയല്ല. അതൊക്കെ കിട്ടേണ്ട ആളുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഫലം ഉണ്ടാവും. ബഹുമാനപ്പെട്ട വളരെ ലാളിത്യത്തിന്റെ ആളായിരുന്നു. ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ടവരുമായി ഒരു എന്താ പറയാ, ഒരു ചരിത്ര സംബന്ധമായ വിഷയം സംസാരിക്കാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ടവർ ദാറുൽ ഹുദയിലായിരുന്നു. ഞാൻ ആ വിഷയം ബഹുമാനപ്പെട്ടവരെ ധരിപ്പിക്കാൻ ചെന്ന ബഹുമാനപ്പെട്ടവർ യഥാർത്ഥത്തില് എന്നോട് ഒരു പരുഷമായാണ് പെരുമാറിയത്. ഞാൻ സാറില്ല, മഹാന്മാരായ ആളുകളല്ലേ എന്ന് കരുതി ഞാൻ സലാം പറഞ്ഞ് പിരിഞ്ഞു പോന്നു. 2 ദിവസം കഴിഞ്ഞ് അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ വലിയൊരു സദസ്സിലേക്ക് ഞാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ടവരവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങളല്ല ഇന്നലെ അവിടെ വന്നത്? അതെ. ആ വിഷയത്തിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ വന്നപ്പോ നിങ്ങളോട് പെരുമാറിയത് ശരിയല്ലാന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് പൊരുത്തപ്പെടണം. ഞാൻ പറഞ്ഞു, ഉസ്താദേ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നമുക്ക് പൊരുത്തക്കുറവൊന്നുമില്ല എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മഹാനായ അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കത, അതായത് ആ സന്ദർഭത്തിനനുസരിച്ച്
എന്തോ ഒരു കുറവ് വന്ന് എന്ന് ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയപ്പോ അത് തിരുത്തുവാനുള്ള, അത് എന്താ പറയാ, തിരുത്തുവാനുള്ള ഒരു മാനസികമായ ചിന്താഗതി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ഒന്നുമല്ല. പക്ഷേ എന്റെ ആ സംസാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിൽ എന്തോ കുറവ് വന്നോ എന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട യഥാർത്ഥത്തിൽ അത് അവിടെ വെച്ച് ഉയർത്തപ്പെടാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹത്വം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ നിഷ്കളങ്കരായ, വളരെ മാനസികമായി ലാളിത്യമുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടോ അല്ലാഹു പരിഹരിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരൊന്നിച്ച് നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സലാം ബാക്കവി അതുപോലെ ഒരുപാട് മഹാന്മാരൊക്കെ അവിടെ സംസാരിക്കാനുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ ഒരുപാട് മദ്ഹ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളെ സിംസാറുൽ ഹഖ് ഉദവിയിൽ നിന്നും കേട്ടു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മയും ഒരു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാടെ ഈ നേതൃത്വം അത് നമുക്ക് വലിയ ഒരു ഭാഗ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘകാലം അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള സഹത്തും ആഫിയത്തൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് നൽകട്ടെ. ഈ സംസാരിച്ചത് അല്ലാഹു ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്